ഖുർആനിനെ ഒരു ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമതായി എന്താണ് ഖുർആൻ, ഖുർആനിന് അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പലപ്പോഴും ഖുർആനിനോ ഖുർആനിന്റെ അനുയായികൾക്കോ ഇല്ലാത്ത അവകാശവാദങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അടിച്ചേൽപ്പിക്കുകയും ആ അവകാശവാദങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വിമർശകന്മാര് ഇസ്ലാമിക പ്രബോധനത്തിന്റെ വീതിയിൽ നമുക്കേറെ കണ്ടെത്താൻ കഴിയും. അപ്പൊ അങ്ങനെയാകുമ്പോ ആ പരിശുദ്ധ ഖുർആനിന് ഇല്ലാത്തൊരു അവകാശവാദം, ഖുർആനിന്റെ അനുയായികൾക്ക് ഇല്ലാത്തൊരു അവകാശവാദം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്തൊരു അവകാശവാദം പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ ആരോപിക്കുകയും ആ ആരോപണത്തിന് ഉപോത്ബലകമായി അവർ തന്നെ തെളിവുകൾ ഉണ്ടാക്കുകയും ആ തെളിവുകളെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ ഒരു ദൗത്യം നിർവഹിച്ച രീതിയിൽ കടന്നു പോകുന്ന വിമർശകന്മാർ, ആ വിമർശകന്മാരുടെ കെണികൾക്കകത്ത് അകപ്പെടാതിരിക്കണമെങ്കിൽ ഒന്നാമതായി തന്നെ നാം എന്താണ് ഖുർആൻ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഖുർആൻ ഒന്നാമതായി അത് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നത് അതൊരു ദൈവിക ഗ്രന്ഥമാണ് എന്ന്. പരിശുദ്ധ ഖുർആനിൽ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ സ്വയം ദൈവികമാണ് എന്ന പ്രഖ്യാപനം കാണാൻ കഴിയുക. ഖുർആൻ പറഞ്ഞു, തൻസീൽ അൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിലെ 2-ാമത്തെ വചനം. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് സംശയമൊന്നുമില്ല സർവലോക രക്ഷിതാവായ തമ്പുരാനാകുന്നു. ഇത് ഖുർആൻ ഒരു തവണയല്ല നിരവധി തവണ പറയുന്ന കാര്യമാണ്. ഖുർആൻ 26-ാമത്തെ അധ്യായം സൂറത്തു ശുഅറയിലെ 192-ാമത്തെ വചനത്തിൽ, ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിൽ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ, സൂറത്തു റഹ്മാനിൽ 55-ാമത്തെ അധ്യായം സൂറത്തു റഹ്മാനിലെ 1-2 വചനങ്ങളിൽ നമ്മൾക്കറിയാം അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നെല്ലാം പറയുമ്പോൾ സർവലോക രക്ഷിതാവിൽ നിന്ന് പരമകാരുണികരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു എന്ന് ഖുർആൻ സ്വയം അവകാശപ്പെടുന്നു. രണ്ടാമതായി പരിശുദ്ധ ഖുർആന്റെ അവകാശവാദം ഇതൊരു മാർഗദർശക വെളിപാടാണ് എന്ന്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ വചനത്തിൽ ഖുർആനിന് പറയാനുള്ളത് അതാണ്. അഥവാ ഈ ഗ്രന്ഥം, ഈ ഖുർആൻ എന്താണ്? ഖുർആൻ ഹുദൽ ലിന്നാസാണ്, മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗദർശക ഗ്രന്ഥമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, കൃത്യമായ വ്യക്തമായ തെളിവുകളായിക്കൊണ്ടുള്ള മാർഗദർശനം, സുവ്യക്തമായ സത്യാസത്യ വ്യവച്ഛേദകം, ഫുർഖാൻ, ഇതെല്ലാമാണ് ഖുർആൻ എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നു. ദൈവിക മാർഗദർശനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നതാണ് ഖുർആനിന്റെ 2-ാമത്തെ അവകാശവാദം. ഖുർആനിനെ പിന്നീട് 3-ാമതായി പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ അത് അന്തിമ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത അമാനുഷിക ദൃഷ്ടാന്തമാണ് എന്നതാണ്. ഖുർആനിന് മാത്രമേ വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊരു സവിശേഷതയുള്ളൂ. വേദഗ്രന്ഥങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അതേപോലെയുള്ള മുൻപുള്ള പ്രവാചകന്മാരിൽ പലർക്കും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു, പറയുന്നു. പക്ഷേ ആ വേദഗ്രന്ഥങ്ങളൊന്നും തന്നെ ആ പ്രവാചകന്മാർക്കുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളായിരുന്നില്ല. അമാനുഷിക ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ അയാൾ ദൈവത്താൽ അള്ളാഹുവിനാൽ നിയോഗിതനാണ് എന്ന് തെളിയിക്കുന്ന അത്ഭുതങ്ങളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിലത്തിട്ടാൽ സർപ്പമാകുന്ന വടിയാണ് അമാനുഷിക ദൃഷ്ടാന്തമായി നൽകിയത് എന്ന് നമുക്കറിയാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെയുള്ള, കുരുടന്മാരെ സുഖപ്പെടുത്തുന്നത് പോലെയുള്ള അത്ഭുതങ്ങളാണ് അമാനുഷിക ദൃഷ്ടാന്തമായി നൽകിയത്. മൂസാ നബിക്ക് തൗറാത്ത് നൽകി, അമാനുഷിക ദൃഷ്ടാന്തം വേറെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചീൽ നൽകി, അമാനുഷിക ദൃഷ്ടാന്തം വേറെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വീകരിക്കുവാനുള്ള, അംഗീകരിക്കുവാനുള്ള, ആ അനുധാവനം ചെയ്യുവാനുള്ള അന്തിമ പ്രവാചകനുള്ള ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആനാകുന്നു. ഈ പരിശുദ്ധ ഖുർആന്റെ സവിശേഷത
മുമ്പുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളെല്ലാം ആ പ്രവാചകന്മാരുടെ കാലത്തോടു കൂടി അവസാനിച്ചു. ആ പ്രവാചകന്മാർക്ക് ശേഷം ആ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾക്ക് നിലനിൽപ്പില്ല. മൂസാ നബിയുടെ വടിയില്ല, ഈസാ നബിയുടെ മരിച്ചവരെ ജീവിപ്പിക്കുവാനുള്ള കഴിവില്ല. അതേ സമയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആൻ, അത് അവസാന നാളുവരെ ആ പ്രവാചകന്റെ ദൗത്യത്തെ പോലെ തന്നെ അവസാന നാളുവരെ ആർക്കും ആ മാനുഷിക ദൃഷ്ടാന്തം പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് അദ്ദേഹം പ്രവാചകനായിരുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിൽ ആ മാനുഷിക ദൃഷ്ടാന്തം മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ്. അതിന്റെ അമാനുഷികത പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ വചനത്തിൽ കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഖുർആൻ പറയാൻ, അഥവാ നമ്മുടെ ദാസനെ നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ അതിലെ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ വേണ്ട, ഒരാൾ വേണ്ട, മാനവ സമുദായം ഒന്നിച്ച് വേണ്ട, ദൈവം തമ്പുരാൻ ഒടിച്ച് നിങ്ങൾക്ക് ആരെയൊക്കെ സഹായികളായി വിളിക്കാൻ കഴിയുമോ അവരെ മുഴുവനും വിളിച്ചു കൊള്ളുക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം 24-ാമത്തെ വചനത്തിൽ ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഇല്ല, നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ ഇല്ല കേട്ടോ, നിങ്ങൾക്കതിന് സാധ്യമല്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഈ വെല്ലുവിളി നിലനിൽക്കുന്നു. ഖുർആനിൽ അതിദീർഘമായ അധ്യായങ്ങളുണ്ട്, അതിസൂക്ഷ്മമായ ചെറിയ അധ്യായങ്ങളുണ്ട്. 3 വചനങ്ങൾ മാത്രമുള്ള അധ്യായങ്ങൾ. ആ അധ്യായങ്ങൾക്ക് തത്തുല്യമായ ആശയ സമ്പുഷ്ടിയും ആദർശനിഷ്ഠയും സാഹിത്യ സമ്പൂർണതയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല എന്ന വെല്ലുവിളി എന്നും നിലനിൽക്കുകയാണ്, ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ അന്തിമ പ്രവാചകനുള്ള അമാനുഷിക ദൃഷ്ടാന്തം കൂടിയാണ്.